കുറേ നാളത്തെ ആഗ്രഹം, കുറേ നാളത്തെ വെയിറ്റിംഗ് എല്ലാം ഇന്ന് തീരും. നമ്മുടെ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് വേരിയന്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. വരുന്നോ? കൊടുങ്ങൂര് വ്ളോഗ് ഉണ്ട്. ഹായ് പറ. വണ്ടി എടുക്കാൻ പോവാ ഷോറൂമിൽ നിന്ന്. കൊണ്ടവേ തന്നെ ആക്സസറി സെറ്റ് ചെയ്യാണ്. പക്കാ പ്രൊഫഷണൽ ആണ് ആള്. നമ്മുടെ സ്വന്തം കാറാണ്, ഇവന്റെ അല്ല. ഇത് നമ്മളാണ് ഇനി ഓട്ടിക്കാൻ പോണത്. EMI അടയ്ക്കണം. അങ്ങനെ നമ്മുടെ ഒരു സ്വപ്ന വണ്ടി ഡെലിവറി എടുക്കാൻ പോവാണ്. കുറേ നാളത്തെ ആഗ്രഹം, കുറേ നാളത്തെ വെയിറ്റിംഗ് എല്ലാം ഇന്ന് തീരും. നമ്മുടെ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് വേരിയന്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. നന്ദു അമ്മ ഹായ് പറ. ഹായ്. അമ്മയുണ്ട്. ഡ്രീം മൊമെന്റ് കം ട്രൂ. നമ്മുടെ ഫേവറേറ്റ് ഒരു വണ്ടി ഉണ്ടായിരുന്നു i20. അത് ടോയന്റെ വിഷമവും പുതിയ വണ്ടി കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കുറെ നാൾ നമ്മളെ കൊണ്ട് നടന്ന ഒരു i20 ആയിരുന്നു. അപ്പം ജസ്റ്റ് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡെലിവറി പരിപാടികൾ, പിന്നെ നമ്മൾ ആഗ്രഹിച്ച ഓരോരോ ആക്സസറീസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അതൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ബാക്കി വീഡിയോസിൽ പറയാം. നന്ദുവിൻ്റെ വണ്ടിക്കാണ് പോകുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട്സിനെ ഒരാളെ പിക്ക് ചെയ്യാനുണ്ട് ഇവിടുന്ന്. ബാക്കിയുള്ളവരെല്ലാം കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്യും. നമ്മൾ മണമലയിൽ നിന്ന് ഇറങ്ങി കൊടുങ്ങൂർ ഏരിയ എത്താറ്. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് നേരെ ഏറ്റുമാനൂരുകൂടി എറണാകുളത്താണ് നമ്മുടെ ഡ്രീം മൊമെന്റ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാരനെ പിക്ക് ചെയ്യാനായിട്ട് കൊടുങ്ങൂർ എത്തിയിരിക്കുകയാണ്. പോയി ഇറങ്ങി കൊടുങ്ങൂരായി. വരുന്നോ? എടാ ഷണ്ണ, നിനക്ക് ഇടയ്ക്ക് ഇത് പകുതി പോയിട്ടാണുള്ളത്. ഈ ഫോട്ടോഗ്രാഫർ അക്ഷയ് കൊടുങ്ങൂര് വ്ളോഗ് ഉണ്ട്. ഹായ് പറ. ഫോട്ടോഗ്രാഫറാണ്, കേറിയിട്ടുണ്ട്. വണ്ടി തണ്ടടാ. വണ്ടി സെറ്റ് ആയിട്ട് വേണം നമുക്ക് ട്രിപ്പ് ഒക്കെ പോവാൻ. അതിന് ബ്രോയ്ക്ക് ലീവ് ഉണ്ടോ പോവാൻ? ബ്രോ ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് വണ്ടി എടുക്കുന്ന പോലെ ബ്രോ. എന്നിട്ട് എന്ത് നീ വരാത്തെ? ബ്രോ ഇടയ്ക്ക് ഒരു പരിപാടി ഇവിടെ ഒരു വള്ളി കിട്ടിയപ്പോ അതാ പ്രശ്നം. എവിടെ പോവാ? വണ്ടി എടുക്കാൻ പോവാ. എവിടുന്നാ? ഷോറൂമിൽ നിന്ന്. കണ്ടന്റ് എനിക്കൊരു കണ്ടന്റ് കിട്ടുന്നില്ലായിരുന്നു. ബഡ്ഡി അമ്മ നല്ല ആവശ്യമുണ്ട്. എന്തോ നല്ല മാമനോട് തോന്നല്ലേ നിന്നെ കേട്ടാണെന്ന് ചേട്ടാടാൻ. കോട്ടയത്ത് നിന്ന് കൊച്ചിയിൽ പോയി വണ്ടി എടുക്കുക. കുറച്ച് ട്രാവൽ ചെയ്താലേ വണ്ടി എടുക്കാനുള്ള മൂഡ് വരത്തുള്ളൂ. ഞങ്ങൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെയിൻ വീഡിയോഗ്രാഫർ എത്തിയിരിക്കുകയാണ്. വൈറ്റിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് വണ്ടി വിളിച്ചു കൊടുത്തിരിക്കുകയാണ്. ഫോർ ദാറ്റ് ഷൂട്ട്. ക്യാമറ എടുത്തിട്ടോ. അടിച്ചെത്തിട്ട് വണ്ടി കൊണ്ടവേ തന്നെ ആക്സസറി സെറ്റ് ചെയ്യാണ്. പക്കാ പ്രൊഫഷണൽ ആണ് ആള്. വണ്ടിയുടെ ഡെലിവറികളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. ഓട്ടോമോട്ടീവ് മാത്രം ചെയ്യുന്ന ഒരു മച്ചാനാണ്. നമ്മുടെ സ്വപ്നം നടക്കാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. കളമശ്ശേരി നെക്സ സർവീസ്. ഡ്രീം ഡേ ടു മീ. എൻ്റെ ഒരു സ്വപ്ന ദിവസത്തിലോട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എക്സൈറ്റഡ് ആണ് ഭയങ്കര. നമ്മുടെ വണ്ടി ഇതിനകത്ത് കിടപ്പുണ്ട്. 34K 4251 ആണ് വണ്ടി. ആ സാധനം കണ്ടോ, ആ മൂവ്മെൻ്റ് ഉണ്ടോ, അതൊക്കെയാണ് സിനിമാറ്റിക് എന്ന് പറയുന്നത്. ആദ്യത്തെ ഷോട്ട് ആൾ പ്ലാൻ ചെയ്തു. ഞാൻ വണ്ടിയിൽ നിന്ന് വരുന്നൊരു ഷോട്ട് എടുക്കാനായിട്ട് റിവേഴ്സ് പോവാണ്. ഈ അമ്മയുടെ പോസ്റ്റാണ്, ഞാൻ ഒന്ന് കൊണ്ടിരുത്തട്ടെ. ശരിയല്ലേ ബ്രോ? നമ്മുടെ സ്വന്തം കാറാണ്, ഇവന്റെ അല്ല. ഇത് നമ്മളാണ് ഇനി ഓട്ടിക്കാൻ പോണത്. ഇത് നമ്മുടെ ഓൾറെഡി ലോഗമുണ്ട്. കേക്ക് കൂടെ വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് തന്നെ, അതാണ് സംഭവം. ഗൈസ് നമ്മുടെ കൂട്ടുകാർ ഹായ് പറ. സന്തോഷമായോ? എന്താ പറയാനുള്ളത്?
അമ്മ ചേർത്ത് താക്കോലോട് ചേർത്ത് പിടിച്ചോ ചേർന്നുണ്ട്. ഈ വണ്ടി നമ്മുടെ അവന്റെ അല്ല, നമ്മുടെ കമ്പനിയിലേക്ക് കമ്പനിയുടെ വണ്ടിയാണ്, കമ്പനിയുടെ കുടുംബ വലിയൊരു മനസ്സാട്ടോ. പിന്നെ ഇതെല്ലാം നമ്മുടെ സ്വന്തം അല്ലേ? ഇതാണ് നമ്മുടെ ലക്ഷക്കണക്കിന് ഈ കാറ് മേടിക്കും, 2 കാറ് മേടിക്കും. EMI അടയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡെലിവറി എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ LED ലൈറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫോളോയിങ് ലൈറ്റ് സിസ്റ്റം അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. കാരണം നമ്മൾ വണ്ടി നൈറ്റൊക്കെ ലോക്കാക്കി പോയിട്ടാണ് ലോക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് DRL ഓൺ ആയി കിടക്കും. ഫോഗ് ലാമ്പ് ഇല്ല ഇതിനിപ്പോൾ ഇല്ലാത്ത ഏറ്റവും കുറവ് പരിമിതി എന്ന് പറഞ്ഞാൽ ഫോഗ് ലാമ്പ് ഇല്ല. ഒരു മഞ്ഞുള്ള ഒരു ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പോർഷനിൽ ഞാൻ ഫോഗ് ലാമ്പ് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ അകത്ത് ഒരെണ്ണം വെക്കാനുള്ള പ്ലാനിങ്ങാണ്. ഇനി വണ്ടിയുടെ അകത്തോട്ട് വരുമ്പോൾ ഇത് അലോയ് വരുന്ന ടൈപ്പാണ്, ഡെൽറ്റ പ്ലസ് വേരിയൻ്റ്. പിന്നെ സൈഡ് ബീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഓക്കെ, അകത്തോട്ട് വരുമ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര രസമുള്ള ഇൻറ്റീരിയേഴ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഞാനതിൽ. ഈ പറയുന്ന പോലെ നല്ല ക്വാളിറ്റി ഫിനിഷിംഗ് ഉണ്ട്. വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ ഡീറ്റെയിൽഡായിട്ട് പറയണത്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്, സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഇതിൽ നമുക്കൊരു മോഡ് ഷിഫ്റ്റ് ചെയ്യുന്ന സാധനവും ട്രാക്കുകൾ നെക്സ്റ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷനും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഈ ഡെൽറ്റ പ്ലസ് എന്ന് പറയുമ്പോൾ ഇതൊരു മിഡ് വേരിയൻ്റ് വണ്ടിയാണ്. അതിൽ മിഡിൽ ടോപ്പ് വരുന്ന വേരിയൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ പറയുന്ന പോലെ ബാക്കി ഡിസൈൻസും കാര്യങ്ങളും എല്ലാത്തിലും ഞാൻ ഹാപ്പിയാണ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഇതിൽ. പിന്നെ നോർമൽ ഒരു ഡിസ്പ്ലേ, ഇപ്പം ആപ്പിൾ കാർപ്ലേ ഇതിൽ കണക്റ്റ് ആയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുണ്ട് ഫോണിൽ ഈ പറയുന്ന പോലെ കണക്ഷൻ വരുന്നതുകൊണ്ട് ലൈക്ക് ഫോൺ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ ആക്സ് ആവും. ഞാനിത് ഭയങ്കര അത്ഭുതം പോലെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഇരുന്നത് i20 2010 മോഡൽ ഒരു വണ്ടിയായിരുന്നു. അപ്പം ആ വണ്ടിയിൽ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന FM മോഡ്യൂളായിരുന്നു. അപ്പം ആ 10 മോഡൽ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര വലിയൊരു അപ്ഡേഷൻ. ഇതിൽ സെയിം YT മ്യൂസിക് ഒക്കെ ഡയറക്റ്റ് കണക്റ്റഡ് ആണ്, അതായത് നമ്മുടെ ഫോണിൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ. എനിക്ക് കിട്ടാത്ത ബ്ലൂടൂത്ത് പോലും ഇല്ലാത്തൊരു വണ്ടിയിൽ നിന്ന് ഇത്രയും വലിയൊരു വണ്ടിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഇതാണ്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഞാൻ എക്സ്ട്രാ അഡീഷണൽ മേടിച്ചതാണ്. ഇത് പറഞ്ഞാൽ മറ്റേ ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഒരു മൊഡ്യൂളാണ്. പിന്നെ നമുക്കിവിടെ USB ആണ് വന്നിരിക്കുന്നത്. ബാക്കി ഈ പറയുന്ന പോലെ ഗിയറിൻ്റെ അവിടെ വരുന്ന 2 കപ്പ് ഹോൾഡേഴ്സ്, ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഈ മാറ്റ് ഞാൻ കാർലാൻഡ് എന്ന് പറഞ്ഞ കോട്ടയത്തെ ഒരു ആക്സറി ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടാണ്. നമുക്ക് വണ്ടി എടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ ആക്സറീസ് നമ്മൾ എക്സ്ട്രാ പാക്കേജിൽ ആഡ് ചെയ്യണം. അല്ല നോർമൽ ഒരു മാറ്റം അങ്ങനത്തെ കാര്യമൊന്നുമില്ല. എനിക്കിനിയും കുറേ അപ്ഡേഷൻസ് ഇന്ന് ചെയ്യാനുണ്ട്. കാരണം ഈ വണ്ടിക്കകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ റിവേഴ്സ് ക്യാമറ ഉള്ളൂ. എനിക്ക് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ വന്നിട്ടില്ല. അപ്പോൾ റിവേഴ്സ് ക്യാമറ എനിക്ക് ആഡ് ചെയ്യണം, മസ്റ്റാണത്. സെൻസറുണ്ട് നമുക്ക് റിവേഴ്സ് ഇടുമ്പോഴത്തേക്കും. ഇങ്ങനൊരു സെൻസർ അപ്ഡേഷൻ വരും. അതിൽ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടായാലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ ബാക്കി എനിക്കിപ്പോൾ ആവറേജ് എന്തെന്ന് ഓർത്തില്ല, 13 കാണിക്കണത്. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് കാണാം മൈലേജ്. ഫസ്റ്റ് സർവീസ് കഴിയാത്തതിൻ്റെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വരുന്നത് ഈ സൈഡ്, ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. പവർ വിൻഡോ 4 വരുന്നുണ്ട്. പിന്നെ ഈ സ്വിച്ച്, ഇത് നമ്മൾ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോർമലി വണ്ടിക്ക് വരുന്നത്. ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഞെക്കി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ്. പക്ഷെ നമ്മൾ ലോക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആകത്തില്ല. എനിക്ക് തോന്നുന്നു അത് വെളിയിൽ എന്തോ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറയുന്ന ഫിനിഷിങ് എല്ലാം ഇവിടെ നല്ലൊരു മെറ്റീരിയൽസാണ് എല്ലാം വന്നിരിക്കുന്നത്. ഞാനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല ഇതിൻ്റെ ഒരിക്കലും ഇടുന്നത്. എന്ന് വെച്ചാൽ ഒരു വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ പറയണ പോലെയോ അങ്ങനെയൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഓപ്പണായിട്ട് പറയുന്നുള്ളൂ. ഈ വണ്ടി വരുന്നത് 1.2 ലിറ്റർ എഞ്ചിനിലാണ് വരുന്നത്. 1.2 ലിറ്റർ പവറാണ് വരുന്നത്. അത്യാവശ്യം എൻ്റെ ഇരുന്ന നേരത്തെ ഇരുന്ന i20 1.4 ലിറ്റർ ആയിരുന്നു. 1.2 ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ വണ്ടിക്ക് പവർ കയറുന്നുണ്ട്. അഡീഷണൽ വെച്ചിരിക്കുന്ന ആക്സസറീസ് മാത്രം ഞാനൊന്ന് പറയാം. ഈ പറയുന്ന ഫ്രണ്ട് ഗ്രില്ല് ഗാർണിഷ് എന്ന് പറയുന്ന ഐറ്റമാണിത്. ഇതൊരെണ്ണം, ഒരു റെഡ് ലൈൻ വരുന്നത്. ഇത് റെഡ് ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് ക്രോമിൽ വരും. ഇവിടെ ഒരു ആക്സസറി വേണം, സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അത് വെക്കാൻ പറ്റിയില്ല. ഫ്രണ്ട് സ്പ്ലിറ്ററാണ്. പിന്നെ അഡീഷണൽ ആക്സസറീസ് വന്നിരിക്കുന്നത്.
പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഈ പറയുന്ന ഡോർ ബീഡിംഗ് എന്ന് പറയുന്ന സാധനം, ഈ സാധനം വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് രസമാണ്, ബ്ലാക്ക് വണ്ടികൾക്ക് രസമാണ്. താഴെ സ്പ്ലിറ്ററും ഉണ്ട്, അത് വെക്കാൻ പറ്റിയില്ല. വീൽ ആർച്ചിൻ്റെ ഇവിടെ വരുന്ന റിഫ്ലക്ടർ പോലത്തെ സാധനം ചെയ്തിരിക്കുന്നത്. ബാക്ക് റിയർ സ്പോയിലർ എന്ന് പറയും ഈ സാധനം. ഇത് നോർമലി ഈ കളറിലാണ് ഈ വണ്ടിയിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഗ്രേ എലമെൻറ്റും റെഡ് ലൈനും വരുന്ന രീതിയിലുള്ള ആക്സറീസാണ് ഞാൻ ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ ഈ സൈഡിലുള്ള ആർച്ചിൻ്റെ ഇവിടെ ഒരു റെഡ് ഗാർണിഷ് പോലെ വരും. അപ്പോൾ ടോട്ടലി വണ്ടി ഒരു ബ്ലാക്ക് പ്ലസ് റെഡ് കോമ്പിനേഷനിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇത്രയും ആഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ വണ്ടിയിൽ ഞാൻ ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇത്രേ ഉള്ളൂ. എനിക്കിപ്പം എൻ്റെ ഒരു ബഡ്ജറ്റ് 10 lakh അണ്ടറിൽ വരുന്ന ബെസ്റ്റ് വണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ ചൂസ് ചെയ്തെടുത്തൊരു വണ്ടിയാണിത്. ഫോൺസ് ഡെൽറ്റ പ്ലസ് 1.2 ലിറ്റർ. ഡെലിവറി എടുക്കുന്ന വീഡിയോസിൽ എനിക്ക് അന്ന് ആ സമയത്ത് അവിടെ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വണ്ടിയെക്കുറിച്ച് ഓപ്പണായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ വണ്ടി ഡെലിവറി ചെയ്ത ആ റീലും അന്ന് ഷൂട്ട് ചെയ്ത കണ്ടൻസ് സൈഡുണ്ട്, അതിൻ്റെ റീലും ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.